റിയൽമി ഒരു പുതിയ സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. റിയൽമി നർസോ എന്ന് പറഞ്ഞിട്ട്. നർസോ സീരീസിൽ 2 ഫോണുകളാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. നർസോ 10ഉം നർസോ 10എയും. അപ്പോൾ ഇതിൽ നർസോ 10നെ കുറിച്ച് അറിയേണ്ട എല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും മോൺ ഫോൺസിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. റിയൽമി നർസോ 10 എന്ന് പറഞ്ഞത് റിയൽമിയുടെ റിയൽമി 5i സീരീസിനൊരു സക്സസറായിട്ടുള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെയാണ് റിയൽമി 6i എന്ന് പറഞ്ഞ ഗ്ലോബൽ മാർക്കറ്റിൽ ഇറങ്ങിയ ഫോൺ ഇന്ത്യയിൽ നർസോ 10 എന്ന പേരിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഒരു നർസോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സീരീസ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വലിയ ഉത്തരം നമുക്കതിനില്ല. പിന്നെ റിയൽമി പറഞ്ഞത് നർസോ സീരീസിൽ ഇനിയും കുറേ ഫോണുകൾ വരാറുണ്ട്, ഫ്ലാഗ്ഷിപ്സ് വരാറുണ്ട്. അതും റിയൽമിയുടെ മെയിൻ റിയൽമി സീരീസുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ല. ജസ്റ്റ് സിമിലർ ഫോൺസ് തന്നെയാണ്, സിമിലർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് റിയൽമി നർസോ 10ൻ്റെ സ്പെക്സിലോട്ട് കിടക്കാം, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. റിയൽമി നർസോ 10 നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. നമ്മൾ ഇതിനു മുമ്പ് റിയൽമി 5i, റിയൽമി 5, റിയൽമി 5s, റിയൽമി C3 അങ്ങനെ ഇഷ്ടംപോലെ ഫോണിൽ കണ്ട അതേ HD+ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഇത്തവണ ഇതിൽ ഹോൾ പഞ്ചൊന്നും ലഭിക്കുന്നില്ല. ഇനി ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് മീഡിയടെക്കിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ മീഡിയടെക് G80 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. മീഡിയടെക്കിൻ്റെ G90T നമ്മുടെ റിയൽമി 6, റെഡ്മി നോട്ട് 8 Pro അതിനൊക്കെ യൂസ് ചെയ്യുന്ന G90Tയുടെ തൊട്ടല്ല ഒരു 2 സ്റ്റെപ്പ് താഴെ നിൽക്കുന്ന ഒരു ചിപ്സെറ്റാണ് G80. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ കുറച്ച് പറ്റിയ നല്ലോണം കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. സ്നാപ്ഡ്രാഗണിലെ ഏതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ റോ പവറായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 710, 675 അതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് ഈ പറഞ്ഞ G80. ഒരൊറ്റ വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നുള്ളൂ. 4GB RAM, 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള ഒരു വേരിയൻറ്റ്. ഇനി ക്യാമറയിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ റിയൽമി 5s കണ്ട അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിൽ ലഭിക്കുന്നത്. റിയൽമി 5s മാത്രമല്ല ഇഷ്ടംപോലെ റിയൽമി ഫോണുകളിൽ ലഭിച്ചിരിക്കുന്ന സെയിം ക്യാമറ സെറ്റപ്പിന് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. പ്രൈമറി ക്യാമറയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 48 MP സോണി ISOCELL GM1 എന്ന് പറഞ്ഞ സെൻസറാണ്. സെക്കൻഡറി ക്യാമറ ആയിട്ട് ഒരു 8 MP അൾട്രാ വൈഡ് ഉണ്ട്. പിന്നെ തേർഡ് ക്യാമറ ആയിട്ട് ഒരു 2 MP മാക്രോയും ഒരു ആവശ്യമില്ലാണ്ട് ഒരു 2 MP ഡെപ്ത് സെൻസറും ഉണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 16 MP സെൽഫി ക്യാമറയും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയിലോട്ട് എടുക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക റിയൽമി ബഡ്ജറ്റ് ഫോണുകളെയും പോലെ ഇതിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത്തവണ. നമുക്ക് ഇത്തവണ ഇതിൽ ലഭിക്കുന്ന ഒരു 18 വാട്ടിൻ്റെ ക്വിക്ക് ചാർജ് ഫാസ്റ്റ് ചാർജിങ് ആണ്. സൂപ്പർ വൂക്കോ ഒന്നുമല്ല. ഇനി ഈ ഫോണിൻ്റെ വിലയിലോട്ട് കിടക്കുകയാണെങ്കിൽ ആകെപ്പാടെ ഒരു വേരിയൻറ്റ് മാത്രമേ ഈ ഫോണിനുള്ളൂ എന്ന് പറഞ്ഞു. ആ വേരിയൻറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 11,999 രൂപയാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട റിയൽമി ഫോണുകൾ പോലെ അത്രയ്ക്കൊരു അഗ്രസീവ് പ്രൈസിംഗ് ഒന്നുമല്ല റിയൽമി ഇത്തവണ ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. പ്രൈസിങ് അത്രയ്ക്ക് അഗ്രസീവ് ആവാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കും റിയൽമി എന്തായാലും ആ ഒരു ബേസ് വേരിയൻ്റായിട്ട് ഒരു 4GB 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻറ്റ് കൊടുക്കാതിരുന്നു. എന്തൊക്കെയായാലും 12,000 രൂപയ്ക്ക് ഒരൊറ്റ മോഡൽ മാത്രമായിട്ട് ഇറക്കിയത് ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻറ്റ് റിയൽമിക്ക് കൊടുക്കായിരുന്നു ഒരു 10,999 രൂപയ്ക്കൊക്കെ. ഒരു കിടിലൻ ഒരു ഓപ്ഷൻ തന്നെയായിരുന്നതിന് ആ ഒരു ബഡ്ജറ്റ്. റിയൽമി ചെയ്തില്ല. അതിനുള്ള കാരണം മിക്കവാറും ഇതൊരു കുറച്ചുകൂടെ പ്രീമിയം ആക്കി നിർത്താൻ വേണ്ടിയായിരിക്കും. പിന്നെ ഞാൻ ഈ ഫോൺ സജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത് ഒരു HD+ ഡിസ്പ്ലേ ആണ്. 720p ഡിസ്പ്ലേ ആണ് നമുക്ക് 2020 ഒരു 12,000 രൂപയുടെ ഫോൺ ലഭിക്കുന്നത്. വേറൊരു കമ്പനിയും ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നില്ല. വേറെ ഒരു കമ്പനി ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓപ്പോയുടെയും ഇവിടെയും ചില മോഡലുകൾക്ക് ഇപ്പോഴും HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഓഫ്ലൈൻ മാർക്കറ്റിലുള്ള ഫോണുകളായിരിക്കും. റിയൽമി ഇതൊരു ഓൺലൈൻ സ്പെസിഫിക് മോഡലായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഒരു HD+ ഡിസ്പ്ലേ കൊടുത്ത് എന്തായാലും ഈ ഫോണിൻ്റെ പ്രൈസിനെ ഒന്നും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതും ഒരു 6.5 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് നമുക്ക് 720 പിക്സൽ കിട്ടുന്നത്. എത്രയും പിക്സലേറ്റഡ് ആണെന്ന് നമ്മൾ ഇതിനു മുമ്പ് റിയൽമി 5 ഒക്കെ വെച്ച് ഒന്ന് യൂസ് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് റെഡ്മി നോട്ട് 9 ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. റെഡ്മി നോട്ട് 9 നമുക്ക് ലഭിക്കുന്നത് ഈ ഫോണിൽ ലഭിക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ പ്രൊസസ്സറാണ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G80യുടെ കുറച്ചുകൂടെ ഒരു ഓവർക്ലോക്ക്ഡ് വേർഷനായ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള വേർഷനായ ഹീലിയോ G85 ആണ് ആ ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ ആ ഫോണിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. മിക്കവാറും 12,000 അല്ലെങ്കിൽ 11,000 ആയിരിക്കും ആ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. റിയൽമി ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ മിക്കവാറും 14,000 രൂപയ്ക്ക് അവരുടെ 464GB മോഡൽ വരാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ നർസോ 10
അത്ര വലിയ തരക്കേടൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് ഇത്രയും കാലം നമ്മുടെ റിയൽമിയുടെ നിന്ന് പ്രതീക്ഷിച്ച പോലെ ഏറ്റവും ബെസ്റ്റ് ഫോൺ, ആ ഒരു പ്രൈസിന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതല്ല. കാരണം ഇഷ്ടംപോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഈ ഫോണുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്താൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നു. അതായതൊക്കെയാണെന്ന് വെച്ചാൽ വിവോയുടെ U20 ഉണ്ട്. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 675 ഉണ്ട്, ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്, 5000 mAh ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക് അതിൽ. പിന്നെ വരുന്നത് സാംസങ് ഗാലക്സി M21. നമുക്ക് ഫോണിൽ ലഭിക്കുന്നത് ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ. ഇവിടെ HD+ LCD ഡിസ്പ്ലേ ആണെന്ന് നോക്കണം. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 12,700 രൂപയാണ്. ഒരു 700 രൂപ കൂടുതൽ കൊടുത്താൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടും. കുറച്ചുകൂടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊസറൊന്നും അതിൽ കിട്ടില്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്തൊരു പ്രൊസർ Exynos 9611 ആണ് അതിൽ കിട്ടുന്നുണ്ട്. പിന്നെന്താ പറയുക, 48 MP കോഡ് ക്യാമറ തന്നെ ആ ഫോൺ ലഭിക്കുന്നുണ്ട്. എന്ത് വെച്ച് നോക്കിയാലും നർസോ 10 എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്രയ്ക്കൊരു കോമ്പറ്റേറ്റീവ് ഫോണൊന്നും അല്ല ഇപ്പോൾ. എന്തായാലും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ Redmi Note 9 വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സാംസങ് ഗാലക്സി M21 അല്ലെങ്കിൽ വിവോ U20 ഇതൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ റിയൽമി നർസോ 10 കുറിച്ചുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ. റിയൽമി നർസോ 10 ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ പോൾ വരുമ്പോൾ പോളിൽ അറിയിക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.